കല്യാണത്തിന്റെ പുതുക്കമൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ? വന്ന് വന്ന് ജിത്തുവേട്ടന് ഞാനിപ്പോ തീരെ അങ്ങോട്ട് പോരാന്ന് എനിക്ക് തോന്നുന്നു. എടി ഈ കളർ ഡ്രസ്സ് നിനക്ക് ചെയ്തില്ലട്ടാ, നീ ഭയങ്കര ബൾക്കിയായിട്ട് തോന്നുന്നു. അന്ന് ഞാൻ വേറെ ഒരെണ്ണം ഇടാം അല്ലേ? ഏതേലൊക്കെ ഇട്, ഏതിട്ടാലും കണക്കല്ലേ. അതെ, കൊറേ കാലായി ഞാൻ ശ്രദ്ധിക്കണു. നിനക്ക് ഇപ്പൊ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാല്ലേ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ അമ്മയ്ക്ക് അതവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. അവളെയും കൊണ്ട് നാലാളിടയിലേക്ക് ഇറങ്ങുന്നതും കൂടെ കഴിയുന്നതൊക്കെ ഞാനല്ലേ. എനിക്ക് അതിന്റെ പ്രശ്നം അറിയുള്ളൂ. നീ എന്തിനിങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും തല താത്തി നിക്കണേ? ഒന്ന് അടിതെറ്റി വീഴുമ്പോഴേ ഇപ്പൊ പോരാൻ തോന്നണം നീയേ ഉണ്ടാവുള്ളൂ. അപ്പൊ മനസ്സിലായിക്കോളും. വെഡിങ് ആനിവേഴ്സറിയാ എന്റെ പൊന്നളിയ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസമാണത്. ആ കല്യാണ ഫോട്ടോയിലുള്ള കളർഫുള്ളൊക്കെ ഉള്ളൂ, ലൈഫ് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആടാ. എടാ നീ പറയുന്ന പോലൊന്നുമല്ല, പുറത്ത് നടന്ന ഈ കളർഫുൾ പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ, അകത്തൊന്നുമില്ല. വീട്ടിൽ കയറാൻ വയ്യടാ, സമാധാനമില്ല. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നീ ഭാഗ്യമുള്ളവനാ. സ്നേഹിക്കപ്പെടാനും വേണം ഒരു ഭാഗ്യം. അവള് നല്ല കുട്ടിയാ. ഞാനായിട്ട് ഒഴിഞ്ഞു പോകുന്ന നല്ലതെന്ന് തോന്നുന്നു. നീ ഇപ്പൊ പോലെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജിത്തുവേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നെങ്കിൽ അറിയൂ. എല്ലാം എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. പറ്റുമെങ്കിൽ നീ ഒന്ന് ക്ഷമിക്ക്. എനിക്ക് നീയല്ലേ ഉള്ളൂ, നീ മതി.